ഭൂട്ടാൻ പട്ടാളം തൂക്കി വിൽക്കുന്ന വാഹനങ്ങൾ കേരളത്തിലെ നടന്മാർ വാങ്ങി ജാട കാണിക്കുന്നു. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് 198 ആഡംബര വാഹനങ്ങൾ. ഇതിൽ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അധികൃതർ പരിശോധിക്കുകയാണ്. പരിശോധന തുടരുന്നതിനിടെ സംസ്ഥാനത്ത് നിന്ന് 20ഓളം ആഡംബര SUV വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് മാത്രമായി 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 7ഇടത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. വാഹന ഇടപാടിൽ ഇടനിലക്കാരായിട്ടുള്ളവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റാണ് റെയ്ഡ് നടത്തുന്നത് എന്നാണ് വിവരം. രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ നുങ്കോർ പരിശോധനയുടെ ഭാഗമാണ് കേരളത്തിലും റെയ്ഡ് നടക്കുന്നത്. വാഹന ഡീലർമാരിൽ നിന്നടക്കം ലഭിച്ച കണക്കുകളിലാണ് 198 വാഹനങ്ങൾ ഇതുവരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. മുഴുവൻ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് കസ്റ്റംസ് നീക്കം.